വയനാട് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി 740 കോടി രൂപ സാധാരണ ജനങ്ങൾ പിരിച്ച് LDF സർക്കാരിനെ ഏൽപ്പിച്ചിട്ട് ഒരു വീടെങ്കിലും ആളുകൾക്ക് താമസിക്കാൻ യോഗ്യമായ രീതിയിൽ വച്ച് ഇതുവരെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? എന്നാൽ മുസ്ലിം ലീഗ് 51 വീട് വെച്ചു കൊടുക്കാന്ന് അവർ വാക്ക് പറഞ്ഞു. 51 വീടും അവർ വെച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുള്ള എല്ലാ സജ്ജീകരണം കൊടുത്തു. നിങ്ങൾ ഇത് കണ്ടു പഠിക്കുകയെങ്കിലും ചെയ്യും. അപ്പോൾ നമ്മുടെ സർക്കാരെ നിങ്ങൾ ചെയ്തതുപോലെ തട്ടിക്കൂട്ട് വീടല്ല, അവർ 51 വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് താമസ സൗകര്യമായി, അതായത് ഒരു വ്യക്തി അവിടെ കയറി താമസിച്ചാൽ മതി. കാരണം അവർ ബിൽഡ് ക്വാളിറ്റിയിൽ ഒരു ദാക്ഷിണ്യം വരുത്തിയിട്ടില്ല. ചെറിയ വീടല്ലല്ലോ കൊടുത്തിരിക്കുന്നത്. 3 ബെഡ്റൂം ഉണ്ട്, എല്ലാവിധ സൗകര്യമുണ്ട്. ഇനിയിപ്പോ വേണമെങ്കിൽ ഭാവിയിൽ അവർക്ക് സാമ്പത്തികമായൊക്കെ നല്ല അവസ്ഥയാവുകയാണെങ്കിൽ മുകളിലേക്ക് വീടെടുക്കാനുള്ള സംവിധാനം കൂടി ഒരുക്കിയിട്ടാണ് വീടുള്ളത്. വീടിനോട് അനുബന്ധിച്ചുള്ള കിണറായാലും മറ്റു സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിരിക്കുകയാണ്. 3 ബെഡ്റൂം അടങ്ങിയ അതിമനോഹരമായ വീടാണ് അവർ ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു വില്ല പ്രോജക്ട് എങ്ങനെ ചെയ്യും അതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് പുറമെ 1 മാസത്തേക്കുള്ള പലവ്യഞ്ജന സാധനങ്ങളും അവരവിടെ കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾ കൊടുത്ത 51 ഞങ്ങൾ റെഡിയാക്കിയിരിക്കുന്ന വീടെന്ന് ലീഗ് പറഞ്ഞിട്ടില്ല. ആലോചിക്കണം. അപ്പുറത്ത് ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും വീടുകൾ കിട്ടിയിട്ടില്ല. സാങ്കേതികത്വം എന്ത് പറഞ്ഞാൽ വീട് കയ്യിൽ കിട്ടിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് നിൽക്കുകയാണ് നിമിഷം വരെയും. വീട് നല്ലൊരു വീടാണ്. നിങ്ങൾ ചെയ്തതുപോലെ മഴവെള്ളം അകത്ത് വരേണ്ട സംവിധാനമല്ല, മഴവെള്ളം പുറത്തു പോകേണ്ട സംവിധാനം. ഇനി കുടിവെള്ളത്തിനായി കിണർ വരെ അവർ ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗ് വീട് വെച്ച് കൊടുത്തുന്നത് എല്ലാവരും കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും അത് അവരിലുള്ള ആൾക്കാർക്ക് മാത്രമാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. അവർ ജാതി മത ഭേദമന്യേ ആണ് എല്ലാവർക്കും വീട് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഹിന്ദുക്കളാണ് ആ വീട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ ആചാരം അനുസരിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലത് കണ്ടാൽ നല്ലത് പറയണമെന്ന് നമ്മൾ ഉറപ്പായിട്ട് വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത നല്ല പ്രവർത്തിക്ക് ഞങ്ങളുടെ ബിഗ് സല്യൂട്ട്.